സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ സോഷ്യൽ ഫോബിയ ഉണ്ടാകുമോ? ഫ്രണ്ട്സ് വൈബ് എൻജോയ് ചെയ്യാൻ കഴിയില്ലേ? സോഷ്യൽ ഫോബിയ വെച്ചാൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് പെട്ടെന്നുള്ളൊരു സ്പിരിച്വൽ അവേക്കനിങ്, ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നാം. പിന്നെ നമ്മൾ കഴിയുന്നത് ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് സ്പിരിച്വാലിറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് മറ്റേ ആൾക്കാരോട് ഒക്കെ സംസാരിക്കാൻ ഒരുപാട് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്തുള്ള ഭയങ്കരമായിട്ട് റിജക്ഷൻ അവിടെ സംഭവിക്കാം. റിജക്ഷൻ ഓരോക്കും എന്താ വട്ടാണോ, അപ്പോൾ അത് പെട്ടെന്ന് കുറേ ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് സോഷ്യൽ ഫോബിയയിലേക്ക് പോവാം. അതുകൊണ്ട് മനസ്സിലാക്കാം, വാ തുറക്കേണ്ട സമയത്തെ നമ്മൾ വാ തുറന്നാൽ മതി. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ എന്താ പറയുക സോഷ്യലായി നിൽക്കുന്ന ആൾക്കാരോട് എങ്ങനെയാണോ ഓരോട് കുറച്ച് സിനിമാ കഥയും ഗോസിപ്പ് കാര്യങ്ങളൊക്കെ ഓരോ വൈബിലൊക്കെ പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ബാലൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിയും ബോധവും നമുക്ക് വേണം. അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സിനോട് പോയി സ്പിരിച്വാലിറ്റി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയും നമുക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടാവുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ വൈബ് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഒരേ ലെവലിൽ ഇങ്ങനെ ചില്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് സംഭവങ്ങളിൽ പോകുമ്പോൾ നിങ്ങളുടെ ഹൈ വൈബ്രേഷനിലേക്കാണ് നിങ്ങൾ പോണത്. അവർ നിൽക്കുന്നത് എപ്പോഴും ആ ഒരു സെയിം വൈബ്രേഷനിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വൈബ് ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ ആ വൈബ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പാടാണ്, നമുക്ക് പഴയ പോലെ അവരോട് മിങ്കിൾ ചെയ്യുന്നതിന് പാടാണ്. പക്ഷേ അവർ വെച്ചിട്ട് അവരെ കുറ്റമല്ല, അവരത്രയും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വെറുതെ സ്വിച്ച് ചെയ്ത് പോയി എന്നൊരു പ്രശ്നത്തിലേക്കാണ് പോണത്. അപ്പോൾ അത് നമ്മൾ മാറിയതാണെന്ന് മനസ്സിലാക്കുക. കഴിയുന്നതും ചില സമയങ്ങളിൽ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യുക. അപ്പോൾ അത് കണ്ടുവന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷനിൽ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടുമുട്ടാം. പുതിയൊരു ഇപ്പോൾ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ പുതിയൊരു സ്പിരിച്വൽ ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടാം. ആ ലെവലിൽ നിങ്ങൾ മൊത്തത്തിൽ ഒരു ഷിഫ്റ്റ്, കാരണം യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന് പറഞ്ഞ പോലെ പുതിയൊരു കൂട്ടം ആൾക്കാരിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളെല്ലാം തന്നെ മാറാം. അങ്ങനെയും സംഭവിക്കാം. അപ്പം ഏതായാലും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ സൊസൈറ്റീനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം സൊസൈറ്റി ഇപ്പോഴും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി റെഡിയായിട്ടില്ല.